നമസ്കാരം. ഇന്ന് മാധവിക്കുട്ടിയുടെ മുത്തച്ഛൻ എന്ന ചെറുകഥ. മുത്തച്ഛൻ. മുത്തച്ഛൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് വീണ്ടും പറഞ്ഞു, തങ്കം പോകുമ്പോൾ ഇന്നെയും കൊണ്ടുപോകണം. മുത്തച്ഛൻ്റെ വലത്തെ കണ്ണിൽ ഒരു വെളുത്ത പാട വീണിരുന്നു. എന്നിട്ടും അതിനിടയിൽ കൂടി കണ്ണുനീർ തുള്ളികൾ അറന്നു വീണു. അച്ഛൻ ഇങ്ങനെ ശാഠ്യം പിടിച്ചാലോ? തങ്കം ചോദിച്ചു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. തങ്കം ഇതൊന്നും കേട്ട് വ്യസനിക്കണ്ട, മകൻ്റെ ഭാര്യ പറഞ്ഞു. അച്ഛൻ പറയണതൊക്കെ അനുസരിക്കാൻ നിന്ന നല്ല കാര്യമായി. തങ്കം കട്ടിന്മേലിരുന്ന് മുത്തച്ഛൻ്റെ കൈ പിടിച്ചു. 6 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും നാട്ടിൽ വരും. കുട്ടികളുടെ സ്കൂള് പൂട്ടിയാ ഇന്നെയും കൊണ്ടുപോകണം, മുത്തച്ഛൻ വീണ്ടും യാചിച്ചു. എന്തിനാ അച്ഛൻ ഈ ദൂരത്ത് കിടക്കണ പട്ടണത്തിലേക്ക് വരണേ? അവിടെ ഇടുങ്ങിപ്പിടിച്ച ഒരു മുറിയിൽ കിടക്കണ മാതിരിയാണോ ഇവിടെ? ഇവിടുത്തെ സൗകര്യമൊക്കെ അവിടെ കിട്ടില്ലാലോ, തങ്കം പറഞ്ഞു. എനിക്ക് പോകണം, മുത്തച്ഛൻ പറഞ്ഞു. തങ്കം ഇതൊന്നും കേട്ട് മനസ്സ് വ്യസനിപ്പിക്കണ്ട, മകൻ്റെ ഭാര്യ പറഞ്ഞു. അച്ഛൻ എത്രയാ വയസ്സെന്ന് തങ്കത്തിനറിയാലോ. ഇപ്പോൾ യാത്ര ചെയ്യാനൊന്നും അച്ഛനെ കൊണ്ടാവില്ല. ഇവിടെ മരുന്നും ചികിത്സയും ഒക്കെയായി ഒരു ചിട്ടയിൽ അങ്ങോട്ട് പോകണമെന്നേ ഉള്ളൂ. അന്യാശ്രയം ഇല്ലാണ്ട് കഴിയാനൊന്നും അച്ഛന് വയ്യ. തങ്കത്തിന് കുട്ടികളെ നോക്കാൻ തന്നെ സമയം കിട്ടണില്ല. എന്നിട്ടാപ്പോൾ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോണത്. അവർ മേശയിൽ നിന്ന് മുത്തച്ഛൻ കുടിച്ചു കഴിഞ്ഞ ഹോർലിക്സിൻ്റെ ഗ്ലാസ് എടുത്ത് ധൃതിയിൽ നടന്നുപോയി. ഇന്നെയും കൊണ്ടുപോകണം, മുത്തച്ഛൻ പറഞ്ഞു. മുത്തച്ഛൻ്റെ വിറകിൻ കൊള്ളി പോലെയുള്ള കൈത്തണ്ടമേൽ തലോടിക്കൊണ്ട് തങ്കം പറഞ്ഞു, ഇക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. നിനക്കെന്നെ വേണ്ടാണ്ടായോ തങ്കേ, മുത്തച്ഛൻ ചോദിച്ചു. വയസ്സായവരെ ആർക്കും വേണ്ടാണ്ടാവേ. അച്ഛൻ എന്തൊക്കെയാ പറയണേ, തങ്കം നീരസത്തോടെ പറഞ്ഞു. ഞാൻ കൊണ്ടുപോവാം, പക്ഷേ ഏടത്തെ അമ്മക്ക് അതുകൊണ്ട് എന്നോടൊരു ദേഷ്യം ഉണ്ടാവരുത്, അത്രയേ ഉള്ളൂ. എന്നെയും കൊണ്ടുപോകണം, മുത്തച്ഛൻ പറഞ്ഞു. അച്ഛൻ ബോംബെക്ക് പുറപ്പെടാണെന്ന് കേട്ടുല്ലോ, മകളുടെ ഭർത്താവ് മുറിയിൽ കടന്നു വന്നുകൊണ്ട് ചോദിച്ചു. അച്ഛന് നമ്മുടെ കൂടെ വരണത്രേ. അതൊക്കെ അച്ഛൻ വെറുതെ പറയാണ്. തങ്ക അതൊക്കെ ശരിയെന്ന് കരുതി. അച്ഛൻ നേരം പോക്ക് പറയണല്ലേ, മകളുടെ ഭർത്താവ് പറഞ്ഞു. എന്നിട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. നീ എന്നെ കൊണ്ടുപോവില്ല തങ്കേ, മുത്തച്ഛൻ ചോദിച്ചു. നിൻ്റെ അടുത്ത് കിടന്ന് ചാവാൻ നീ എന്നെ സമ്മതിക്കില്ലേ? അച്ഛൻ ഇങ്ങനെ ഒന്നും പറയരുത്, തങ്കം ഗദ്ഗതത്തോടെ പറഞ്ഞു. അച്ഛൻ ഇപ്പോഴൊന്നും മരിക്കേണ്ട. അച്ഛൻ എത്രയാ വയസ്സെന്നാ നിൻ്റെ വിചാരം, മുത്തച്ഛൻ ചോദിച്ചു. നിൻ്റെ അച്ഛന് 82 ഈ ചിങ്ങത്തിൽ. എത്രയോ മുമ്പേ ചത്തുപോകേണ്ടതായിരുന്നു, അതുണ്ടായില്ല. നിൻ്റെ കുട്ടികൾ വളരണത് കാണാൻ ഭാഗ്യമുണ്ടായി. മുത്തച്ഛൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് കട്ടിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു. നേരം പോക്ക് പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പുണ്യെ, അത് പോയി. ഇപ്പോൾ എനിക്ക് നേരം പോക്ക് പറയേണ്ട കാലമല്ല. ഇപ്പോൾ ഞാൻ പറയണതൊക്കെ എൻ്റെ മനസ്സിൽ തട്ടി പറയണതാ, അതറിയോ? ഏതായാലും ഇക്കുറി വേണ്ട. ഇപ്പോൾ അതിന് ടിക്കറ്റും കിട്ടില്ലാലോ. വേനലിന് വരുമ്പം പോവാം. എന്നാൽ അങ്ങനെ നിശ്ചയിക്കുക. ഞാൻ തങ്കത്തിനോട് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു, മുത്തച്ഛൻ പറഞ്ഞു. എൻ്റെ മോഹം ഞാൻ പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അയാൾ ചുമരിന്മേൽ ഒരു കൈത്തലം ഉരസിക്കൊണ്ട് ആ മുറിക്ക് പുറത്തേക്ക് കടന്നു. തങ്കം കൈകൾ കൊണ്ട് മുഖം മറച്ച് തേങ്ങിക്കരഞ്ഞു. ഇതെന്തൊരു ഭ്രാന്താണ്, അവരുടെ ഭർത്താവ് പറഞ്ഞു. ഈ വയസ്സുകാലത്ത് യാത്രയ്ക്ക് കൊണ്ടുപോയാൽ വരണ ഭവിഷ്യത്തുകളൊന്നും തങ്കത്തിന് നിശ്ചയില്ലേ? എന്നാലും എൻ്റെ അച്ഛനല്ലേ. ബാക്കിയുള്ളവർക്കൊന്നും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ലേ? അവളുടെ ഭർത്താവ് ചോദിച്ചു. കാറ് വന്ന് നിൽക്കുന്നുണ്ട്, വേലക്കാരൻ മുറിക്കുള്ളിലേക്ക് തലകാട്ടിക്കൊണ്ട് പറഞ്ഞു. ശരി, പെട്ടിയെടുത്ത് വെച്ചോ, തങ്കത്തിൻ്റെ ഭർത്താവ് പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞു കഴിഞ്ഞപ്പോൾ തങ്കം അച്ഛൻ്റെ നേർക്ക് തിരിഞ്ഞു. മുത്തച്ഛൻ ഉമ്മരത്തെ തിണ്ണമേൽ ഒരു പ്രതിമ പോലെ ഇരിക്കുകയായിരുന്നു. അച്ഛാ, വേനലിന് വരാം. മുത്തച്ഛൻ ഒന്നും പറഞ്ഞില്ല. ആ മങ്ങിയ വെളിച്ചത്തിൽ പാടകെട്ടിയ വലത്തെ കണ്ണിന് വികൃതമായൊരു തിളക്കമുണ്ടായിരുന്നു. കാറ് തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ തങ്കം പിന്നാക്കം തിരിഞ്ഞു നോക്കി. ഇരുട്ട് അപ്പോഴേക്കും ഒരു ചരമാവരണം പോലെ മുത്തച്ഛനെ മൂടിക്കഴിഞ്ഞിരുന്നു.